ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത്രയും ദിവസം പ്രിയങ്ക മോളി ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഒരു നേരത്തെ ഭക്ഷണം അതിന്റെ മുമ്പിലേക്ക് എടുത്തു വെച്ച് കൊടുത്തിട്ടുണ്ടോ നീ? വേണ്ട. ഒരു ഗ്ലാസ് വെള്ളം സ്വന്തം കൈ കൊണ്ട് കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്റെ മോള് പേടിച്ചോ? വരുൺ കൂടെ ഉണ്ടായിരുന്നോണ്ട് പേടിയൊന്നും തോന്നിയില്ല. മേഡം, ഞങ്ങൾ പുറപ്പെട്ട സമയം മുതൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടായിരുന്നു. ഏതോ ഒരു വണ്ടി കുറേ നേരം ഞങ്ങളെ ഫോളോ ചെയ്തു. അവര് ഫോളോ ചെയ്യാണോ അല്ലയോ എന്നറിയാൻ വേണ്ടി ഞാൻ വണ്ടിയുടെ വേഗം കൂട്ടിയും കുറച്ചും ഒക്കെ നോക്കി. അതുപോലെ തന്നെ ചെയ്തു. പക്ഷെ ഞങ്ങളൊരു കൺഫർമേഷനിൽ എത്തുന്നതിന് മുമ്പ് അവർ മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞു. പിന്നെ ഹോട്ടലിൽ എത്തിയിട്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു അപകടം നടന്നപ്പോ ഞങ്ങളത് കാര്യമാക്കിയുമില്ല. അതെന്തായിരുന്നു? ഞാനും രാധികയും സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ വേണ്ടി ചെന്നതാ. ഇയാളോട് വെള്ളത്തിൽ ഇറങ്ങാൻ പറഞ്ഞിട്ട് ഞാനൊന്ന് റൂം വരെ പോയി. ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി ചെന്നപ്പോ അതിനടുത്തൊരു മയിൽപ്പീലി കണ്ടു. അതങ്ങനെ കാറ്റത്ത് പാറി കളിച്ചു പോന്ന് കണ്ടപ്പോ ഞാൻ പിന്നാലെ പോയി. ഞാൻ കുറെ ദൂരെ എത്തുകയും ചെയ്തു. അപ്പോഴാ വേറൊരാള് വെള്ളത്തിൽ ഇറങ്ങിയത്. ആ വെള്ളത്തിൽ ഷോക്ക് ഉണ്ടായിരുന്നു. ഷോക്കിന്റെ കാരണമൊക്കെ അവർ തിരക്കുന്നുണ്ട്. പക്ഷേ രാധിക രക്ഷപ്പെട്ടത് ആ മയിൽപ്പീലി കാരണമാണ്. അമ്മയുടെയും മോളുടെ ഇഷ്ടപ്പെട്ട ദൈവം കണ്ണനല്ലേ? ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ തന്നെയാവും അതോടെ വന്നത് അല്ലേ ഫിദ? നിങ്ങൾ വാ. ഇത്രയും ഇമോഷണൽ അറ്റാച്ച്മെന്റ് പെറ്റമ്മടേത് തന്നെയാണ്. അതിലിനി സംശയിക്കാനൊന്നുമില്ല. വരുണേ വാ. വരുൺ, നിങ്ങൾ നേരെ ACPയുടെ ഓഫീസിലൊന്ന് പോകണം. ഞാൻ വിളിച്ച വിവരമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാ മാഡം? അവിടുത്തെ പോലീസ് ഓൾറെഡി കേസ് എടുത്തിട്ടുണ്ടല്ലോ. അത് പോരാ. ആ സ്ഥലത്ത് എന്താണ് സംഭവിച്ചെന്നല്ലേ അവരന്വേഷിക്കൂ. നിങ്ങൾക്ക് പുറകെ ആരാ ഉള്ളെന്നുള്ള കാര്യം എനിക്കറിയേണ്ടത്. നിങ്ങളുടെ കാര്യത്തില് എനിക്കങ്ങനെ വെറുതെ ഇരിക്കാനൊന്നും പറ്റില്ലല്ലോ. വരുൺ, ഇതിനെതിരൊന്നും പറഞ്ഞു കളയരുത്. സത്യം പറഞ്ഞ രാധിക മോളുടെ കാര്യം പറഞ്ഞ് കരയാത്ത ഒരു ദിവസം പോലും ഫിദയെ ഞാൻ കണ്ടിട്ടില്ല. അതിപ്പോ രാധികയ്ക്ക് സന്തോഷമുള്ള കാര്യം സംഭവിച്ചാലും സങ്കടമുള്ള കാര്യം സംഭവിച്ചാലും ഫിദയുടെ ഉത്തരം കണ്ണീരുണ്ടാ. വരുണിപ്പോ പറയുന്നത് എന്താണെന്നറിയോ? ഫിദ മാഡം എന്റെ പെറ്റമ്മ തന്നെയാണെന്ന്. അല്ലെങ്കിൽ തന്നെ ഈ പെറ്റമ്മയും വളർത്തമ്മയും തമ്മിൽ എന്ത് വ്യത്യാസം മാഡം? സ്നേഹിക്കുന്ന അമ്മ ഒന്നല്ലേ ഉള്ളൂ. അമ്മ എന്ന വാക്കില് അതെല്ലാം ഉണ്ടല്ലോ. വരുൺ, എവിടെ പോകുമ്പോഴും വരുൺ തനിച്ചായാതെ സൂക്ഷിക്കണം. നമുക്കൊരു ശത്രുവിനെ തിരിച്ചറിയാമെങ്കിൽ അവരെ നേരിടാൻ എളുപ്പമാ. ഇതിപ്പോ നമുക്കറിയില്ലല്ലോ. ഞാൻ ശ്രദ്ധിച്ചോളാം മാഡം. എന്ന് കരുതി ഒരുപാട് പേടിച്ച് ഒളിക്കാനൊന്നുമില്ല. അത്യാവശ്യം ഫൈറ്റിനൊക്കെ താല്പര്യമുള്ള ആളാണ് ഞാൻ. പൊരുതേണ്ടടുത്ത് പൊരുതിയിട്ടുമുണ്ട്, ജയിക്കേണ്ടടുത്ത് ജയിച്ചിട്ടുമുണ്ട്. പിന്നെ രാധികയുടെ കാര്യം, അത് ഞാൻ മേഡത്തിന് തരുന്ന വാക്കാ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടല്ലാതെ മേഡത്തിന്റെ മോക്ക് ഒന്നും പറ്റില്ല. മതി വരുൺ, എനിക്കത് മതി. ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ പിന്നെ വരാം മാഡം. ഇപ്പൊ നേരെ ACP ഓഫീസിലേക്ക്, അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക്. ഓക്കെ, ശരി. തിരുമേനി, ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ടാണ്. പ്രിയങ്ക ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിനും ചികിത്സിക്കുന്നതിനും
എന്ത് ചെലവ് വന്നാലും അത് വഹിക്കാൻ ഞാൻ തയ്യാറാണ്. അതൊന്നും വേണ്ട സാറേ. എന്നോടും എന്റെ കുടുംബത്തിനോടും ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്ന കാരുണ്യം തന്നെ വളരെ കൂടുതലാ. വേറെ ഒരിടത്തായിരുന്നെങ്കിൽ പ്രിയങ്ക എങ്ങനെ നിൽക്കുമായിരുന്നോ? അതൊക്കെ നിങ്ങളുടെ നല്ല മനസ്സിന്റെ ഉദാഹരണമല്ലേ? എല്ലാം ദൈവഹിതമാണെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളല്ലേ തിരുമേനി. ഇതിനെയും അക്കൂട്ടത്തിലെ എല്ലാവരും പെടുത്തിയിട്ടുള്ളൂ. വരുണും രാധികയും തമ്മിലുള്ള ജീവിതം മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന തരത്തിലാണ്. ഞാനും പത്മിനി അത് പറയാറുണ്ട്. അവരുടെ ദാമ്പത്യത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു വിള്ളലുണ്ടാകുന്നത് എനിക്കോ പത്മിനിക്കോ അമ്മയ്ക്കോ സഹിക്കാൻ പറ്റുന്നതല്ല. മനസ്സിലായി. പ്രിയങ്കമോളെ കൊണ്ട് ഇനി ഒരു ഉപദ്രവം ഉണ്ടാവില്ല. അതിപ്പോ അവള് വീട്ടിനകത്ത് പൂട്ടിയിടേണ്ടി വന്നാലും. എന്താ കുട്ടി നോക്കിയിരിക്കുന്നേ? പെട്ടെന്ന് അങ്ങ് കഴിക്ക്. കാത്തു നിൽക്കുന്നതിന് ഒരു അതിരില്ലേ? അല്ല, എന്ത് കാത്തുനിൽപ്പിന്റെ കാര്യം മുത്തശ്ശി? പ്രിയങ്കയെ കൊണ്ടുപോകാൻ അവളുടെ അച്ഛനും അമ്മയും വന്നിരിക്കുന്നേ. അയ്യോ, പ്രിയങ്ക എങ്ങനെ പോകും? എന്തേ, തിരുമേനി യശോദയും വന്ന വണ്ടിയില് പ്രിയങ്കയ്ക്ക് പോവാൻ പറ്റില്ലേ? അതല്ല മുത്തശ്ശി, അവൾക്കിപ്പോ അമ്മയെന്ന് പറഞ്ഞ ജീവനല്ലേ. അമ്മ എന്ത് പറഞ്ഞാലും അവൾ അനുസരിക്കുന്നുണ്ട്. അമ്മ എടുത്തു വെക്കുന്നതെല്ലാം അവള് കഴിക്കുന്നുമുണ്ട്. സത്യം പറഞ്ഞ ഇങ്ങനൊരവസ്ഥയില് അങ്ങനെ ഒരാളല്ലേ അവളെ നോക്കേണ്ടത്? അതൊന്നും ശരിയാവില്ല കൽപ്പനെ. എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാ. ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. അല്ല, ബുദ്ധിമുട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞോ? ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇത്രയും ദിവസം പ്രിയങ്ക മോളി ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഒരു നേരത്തെ ഭക്ഷണം അതിന്റെ മുമ്പിലേക്ക് എടുത്തു വെച്ച് കൊടുത്തിട്ടുണ്ടോ നീ? വേണ്ട. ഒരു ഗ്ലാസ് വെള്ളം സ്വന്തം കൈ കൊണ്ട് കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എവിടെ നിന്നാ ഈ സ്നേഹം പൊട്ടിമുളച്ചത്? അപ്പൊ പ്രിയങ്ക ഇവിടെ നിൽക്കുന്നതിൽ നിങ്ങളുടെ ഉള്ളിൽ ചില ഉദ്ദേശങ്ങളുണ്ട്. എന്തുദ്ദേശം? വരുണും രാധികയും നന്നായി ജീവിക്കുന്നതിലുള്ള ബുദ്ധിമുട്ട്, അത്ര തന്നെ. എന്തായാലും കൽപ്പന ഈ കാര്യത്തിൽ അഭിപ്രായം പറയണ്ട. ഓ, നമ്മളൊന്നും പറയുന്നില്ലേ? പ്രിയങ്കയ്ക്ക് താല്പര്യമില്ലെങ്കിൽ പ്രിയങ്ക പോട്ടെ. മോള് കുറച്ചുകൂടെ കഴിക്കേ. എഴുന്നേക്കാനാ പറഞ്ഞത്. കുറച്ചുകൂടെ ഇത്രയും മതി. ബാക്കി എന്താന്ന് വെച്ചാൽ ഞാൻ അവിടെ ചെന്നിട്ട് കൊടുത്തോളാം. വന്ന് കൈ കഴുകിയത് ഇങ്ങോട്ട് പാടും. അവരോട് എന്താ കാണിക്കുന്നത്? കേക്ക്. കൈ കഴുക.